ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ്. ഇപ്പോൾ ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ലേ. ഇപ്പോൾ 2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നമ്മളെ വിട്ടു പോണതിൻ്റെ മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോസും അതുതന്നെയാണ്. ഇത് ഡിസംബർ 6-ാം തീയതി ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. അന്നാണ് നമ്മളെ വിട്ടു പോയത്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയി മക്കളെയും അതേപോലെ എൻ്റെ അമ്മാനെ എല്ലാവരെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് വൈകുന്നേരം ആണ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്. ഞാൻ സാധാരണ ഉപ്പാനടുത്തുനിന്ന് പോരുമ്പം ഇപ്പാനോട് അങ്ങനെ പറയലില്ല, കാരണം പോരുമ്പോൾ ഉപ്പാക്ക് എന്തോ പോലെയാണ്. അപ്പോൾ അന്ന് ഇപ്പന്നെയാണ് എന്നോട് പറഞ്ഞത് കുട്ടികളെയും കൊണ്ട് പോയിക്കോ, ഉപ്പാക്കൊന്ന് കുറച്ച് നേരം ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പോകുന്നതാണ് കേട്ടോ മക്കളെയും കൊണ്ട്. പിന്നെ പിറ്റേ ദിവസം ഞാൻ പോകും ഹോസ്പിറ്റലിലേക്ക്. പിറ്റേന്ന് കുട്ടികളെ മദ്രസക്കൊക്കെ പറഞ്ഞയച്ചവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകും. പിന്നെ എൻ്റെ അമ്മ ഉണ്ടേനല്ലേ വീട്ടിൽ, അപ്പോൾ മക്കളെ പിന്നെ അമ്മ നോക്കും. അപ്പോൾ ഇപ്പം നമ്മളെ വിട്ട് പോണ ആ ദിവസത്തിൻ്റെ 2 ദിവസം മുന്നേ ആയിട്ട് ഇപ്പൊക്കെ നല്ല കുറവേനും. അന്നത്തെ ദിവസവും അങ്ങനെ തന്നെ കേട്ടോ, നല്ല കുറവുണ്ടായിന്. അപ്പം ഞാൻ വിചാരിച്ചത് ശനിയാഴ്ച പന ഡിസ്ചാർജ് ആക്കും. ഇപ്പം എന്നോട് പറഞ്ഞിനി നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോഴേ ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞിനി. അപ്പം എൻ്റെ കൈ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്തപ്പം കൈയും നെഞ്ഞൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കും അടുത്തിരിക്കുമ്പോൾ. അപ്പം എന്നോട് പറഞ്ഞിനി നമുക്ക് ഇങ്ങോട്ട് പോരാം, നമ്മളെ വീട്ടിലേക്ക് പോരാന്ന് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. മറ്റേത് ഹോസ്പിറ്റലിൽ നിന്ന് പോരുമ്പോൾ അങ്ങോട്ട് പോരിപ്പാന്ന് പറഞ്ഞാൽ പറയാം, അല്ല നമുക്ക് തറവാട്ടിലേക്ക് പോവാന്ന് പറയും. അപ്പം അന്ന് ഇപ്പൊക്കെ എന്താ അറിയില്ല, എന്നോട് അങ്ങനെ പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോവാം, അവിടെയാണ് സൗകര്യം, നമ്മളെ വീട്ടിൽ മുറ്റത്തൊക്കെ ഒരു ഏറ്റക്കുത്തനെയാണെന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനെ വരും എന്നല്ല വിചാരിച്ചത്. അസുഖം മാറി ഡിസ്ചാർജ് ആക്കി പോരും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുക. അല്ലാതെ ഇപ്പോൾ നമ്മൾ വേറൊന്നും അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചിട്ടില്ല ഇനി കേട്ടോ. കാരണം നല്ല കുറവുണ്ടായിനി, അതുകൊണ്ട് ശ്വാസം മുട്ടലിനൊക്കെ നല്ല കുറവുണ്ടായിനി. എന്നാലും ഓക്സിജൻ അങ്ങനെ എടുത്ത് വെക്കലൊന്നുമില്ല. അങ്ങനെയൊക്കെ ആയിന് കേട്ടോ. പിന്നെ കുറേ കൂട്ടുകാരിങ്ങനെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിന് ഇപ്പം എൻ്റെ അസുഖം ഭേദമായോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുമില്ലല്ലോ. പിന്നെ അതേപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടില്ലേനി. ഇപ്പം നമ്മളെ വിട്ട് പോയി ഒരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടത്. പിന്നെ ഇപ്പം ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുറേ കൂട്ടുകാർ അറിഞ്ഞിട്ടില്ലേനി. ആ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് ഇപ്പോൾ പോയതൊക്കെ അറിഞ്ഞത്. അങ്ങനെ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയ്ക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും പ്രാർത്ഥിക്കണം. അതിൽ കുറേ കമൻസ് ഉണ്ടേനി. കമൻസിനൊന്നും പിന്നെ റിപ്ലൈ തരാനോ ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ നമുക്ക് അങ്ങനത്തെ ആ ഒരു ചിന്തയല്ലല്ലോ, വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, അങ്ങനത്തെ ചിന്തകളൊന്നും അല്ലല്ലോ. പിന്നെ ഉപ്പാക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാം, അങ്ങനെയല്ലേ. അതേപോലെ തന്നെ ഉപ്പാൻ്റെ അസുഖം എന്താണെന്നും കുറേ ആൾക്കാർ ചോദിച്ചിനി. അപ്പോൾ ഞാൻ അന്നൊന്നും വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല ഉപ്പാൻ്റെ അസുഖം എന്താണെന്നുള്ളത്. പിന്നെ കമൻറ്റ് ബോക്സിൽ ചിലർ ചോദിച്ചപ്പോൾ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിനി. അല്ലാതെ നമ്മൾ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല ഇനി, കാരണം ഇപ്പോൾ വീഡിയോസൊക്കെ കണ്ടിനി. ഇപ്പോൾ കുറച്ചായിട്ട് കാണലൊന്നുമില്ല ഇനി. ആദ്യമൊക്കെ ഇപ്പോൾ ഡെയിലി നമ്മളെ വീഡിയോ കാണും, അങ്ങനെ ഇനി. അപ്പോൾ ഇനിയിപ്പോൾ അറിയണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇപ്പൊക്കെ അറിയാൻ കേട്ടോ. ഉപ്പാനോട് അസുഖം നമ്മൾ അറിഞ്ഞ അതിൻ്റെ തുടക്കത്തിലൊന്നും ഉപ്പാനോട് നമ്മൾ പറഞ്ഞിട്ടില്ല എന്നെ അസുഖം ഇനിയിപ്പാക്ക് എന്നൊന്നും ഉള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപ്പാനോട് പറയേണ്ടി വന്നു നമുക്ക്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേന്ന് അറിയില്ല, നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. ഇപ്രാവശ്യത്തെ റബീഉൽ അവ്വലിൻ്റെ നമ്മളെ വീട്ടിലേക്ക് റാലിക്ക് വരുമല്ലോ. അങ്ങനെ റാലി വന്ന അന്ന് ഉമ്മിപ്പൊക്കെ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചിരുന്നത് നമ്മളെ വീട്ടിൽ നിന്ന്. അപ്പോൾ അന്ന് ഇപ്പോൾ റാലിക്ക് പോയിട്ട് കുറച്ച് പോയാണ്ട് പിന്നെ ഇപ്പം ഇങ്ങോട്ട് തന്നെ വന്നിക്കുക. മറ്റേത് റാലിക്ക് കഴിഞ്ഞ് ലാസ്റ്റ് എപ്പോൾ വരുള്ളൂ. അപ്പോൾ ഉപ്പാക്ക് ഇങ്ങനെ കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ, അതിൻ്റെ മുന്നേ പനിയാണ്, അപ്പോൾ ഹോസ്പിറ്റലിൽ പോവും, ഇവിടുന്ന് നമ്മളെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകും, മരുന്നൊക്കെ വാങ്ങി കുടിക്കും, അങ്ങനെയൊക്കെയാണ്. അല്ലാതെ നല്ലൊരു ഡോക്ടറെ കാണിക്കുക, എക്സ്റേ എടുക്കുക, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇനി. അത് മാറും എന്ന് പറയും. പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവലില്ല. ചുമ ഉണ്ടായിനി, വേറെ ബുദ്ധിമുട്ടൊന്നും അന്നൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ചിഞ്ചുമോളും കൊണ്ടുപോകും ഹോസ്പിറ്റലിലേക്ക്, ഉമ്മ കൊണ്ടുപോകും ഹോസ്പിറ്റലിലേക്ക്, നാത്തൂൻ്റെ മക്കളും കൊണ്ടുപോകും. അങ്ങനെ ഓരോക്കെ കൊണ്ടുപോകലും നോക്കലൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ കാര്യമായിട്ടുള്ള അസുഖമൊന്നും ഉള്ളത് നമുക്കറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ റബീഉൽ അവ്വൽ പരിപാടിൻ്റെ അന്ന് ഇപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിരുന്നപ്പോൾ എനിക്ക് തന്നെ ഇങ്ങനെ തോന്നി ഇപ്പാക്ക് എന്തോ അങ്ങനെ ഇങ്ങനത്തെ അസുഖം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ക്ഷീണം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ന്യൂമോണിയ ആയിക്കണാവോ, കഫ നല്ലോണം ഉണ്ടേനി ചുമക്കുമ്പോൾ. അപ്പം അന്ന് ഇങ്ങനെ ഞാൻ ബാബു വിളിച്ചപ്പോൾ ബാബുവിനോട് പറഞ്ഞപ്പോൾ നല്ല കഫൊക്കെ ഇട്ടുണ്ട്, ഇപ്പം ഇനി ഇവിടുന്ന് മരുന്ന് കുടിച്ചാൽ ശരിയാവില്ല, നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിച്ചണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അന്ന് ബാബു വിളിച്ചാണ്ട് ഉപ്പാനോടും ഉമ്മാനോടൊക്കെ പറഞ്ഞു നാളെ റസീന വരും, അപ്പോൾ
ഓളപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത് നിലമ്പൂർക്ക്. അപ്പോൾ അവിടുന്ന് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ ഉപ്പാക്ക് എന്നോട് ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളൊക്കെ അതിൽ കാണുന്നുണ്ട്. ഇപ്പോൾ കേട്ടിട്ടില്ല കേട്ടോ, എന്നോട് ഒറ്റക്കാണ് പറഞ്ഞത്. അപ്പം നമുക്ക് വേറെ കുറേ ടെസ്റ്റുകളൊക്കെ എടുക്കാനുണ്ട്, ഇപ്പോൾ CT എടുക്കുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പോയിട്ട് CT സ്കാൻ എടുത്തു. പിന്നെ അതിൻ്റെ റിസൾട്ട് അപ്പോൾ കിട്ടൂലല്ലോ, പിറ്റേ ദിവസമേ കിട്ടിയിട്ടുള്ളതിന്. അങ്ങനെ ആ റിസൾട്ടൊക്കെ കിട്ടിയിട്ട് പിന്നെ ആ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ ഉറപ്പിച്ചു ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ടെന്നുള്ളത്. പിന്നെ ഉമ്മാനോട് ഉപ്പാനോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ആരോടും ഈ അസുഖത്തിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ബാബുവിനോട് മാത്രം പറഞ്ഞു, വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഒക്കെ ഞാൻ തന്നെ മനസ്സിൽ വെച്ച് അങ്ങനെ നടന്ന്. പിന്നെ ഇപ്പാനെ കൊണ്ടുപോകണമല്ലോ, ഈ ടെസ്റ്റ് എടുക്കണമല്ലോ, ബയോപ്സിൻ്റെ ടെസ്റ്റൊക്കെ എടുക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ അതുപോലെ എൻഡോസ്കോപ്പ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞിരുന്നു. പിന്നെ ഇതിന് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയും ആയിട്ട് ഇത് അറിയുമോ എന്നുള്ളത് അതും അറിയില്ല. എനിക്ക് തന്നെ ഒരു ഭയങ്കര ടെൻഷൻ. നമുക്ക് ആർക്കും ഇതുപോലെ നമ്മൾ ഇതിൽ വേണ്ടപ്പെട്ടവർക്കാർക്കും ഇങ്ങനത്തെ അസുഖം വന്നിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടങ്ങേറും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടായിന്. എന്നാലും ഞാൻ പിന്നെ ചിഞ്ചുമോളോടും പറഞ്ഞു, വേറെ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ ഉമ്മാനോട് പറഞ്ഞാൽ ഉമ്മാക്കും ടെൻഷൻ കയറും. എൻ്റെ നാത്തൂനാണെങ്കിൽ തീരെ അങ്ങനത്തെ ഒന്നും കേൾക്കാൻ പറ്റില്ല, വലിയ നാത്തൂന്. പിന്നെ ചെറിയ നാത്തൂന് ഞങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെ അനിയത്തിക്കുട്ടിനെ. അങ്ങനെ ഓരോടൊന്നും ഞാൻ പറയാതെ അങ്ങനെ നിന്ന്. പിന്നെ നിലമ്പൂരിൽ നിന്ന് ഞങ്ങൾക്ക് മഞ്ചേരിക്ക് എഴുത്ത് തന്നിക്കാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 5 ദിവസമായിട്ട് നിന്നു. പിന്നെ ബയോപ്സിൻ്റെ ടെസ്റ്റൊക്കെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ കോഴിക്കോട്ടേക്ക് പോകാൻ പറഞ്ഞപ്പോൾ പിന്നെ കോഴിക്കോട്ടേക്ക് ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ല. കോഴിക്കോട് ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉപ്പാക്ക് തന്നെ ഒരു ബേജാറ് പോയിക്കാരോ. അപ്പോൾ പിന്നെ ആദ്യം പറയാം, അങ്ങോട്ടൊന്നും എന്താ അസുഖം വന്നാലും എന്നെ കൊണ്ടുപോകരുത് അങ്ങനെയൊക്കെ പറയലുണ്ട്. പിന്നെ ഞങ്ങൾ ഡിസ്ചാർജ് ആയി പോന്നു. പിന്നെ ഞാൻ MESക്ക് പോയി. MES ഉപ്പാനെയും കൊണ്ട് പോയി ഞങ്ങൾ. അവിടെ നിന്നാണ് പിന്നെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തതൊക്കെ. അങ്ങനെയാണ് അസുഖമൊക്കെ അറിഞ്ഞത്. എന്തായാലും അസുഖം അറിഞ്ഞ് ഇങ്ങനെ ശ്വാസകോശത്തിൽ ക്യാൻസർ ആണെന്നൊക്കെ അറിഞ്ഞു. പിന്നെ അധികം അങ്ങനെ നിന്നിട്ടില്ല. പിന്നെ വണ്ടൂർ ക്യാൻസർ സെൻറ്ററിലേക്കാണ് പിന്നെ കൊണ്ടുപോയിത്. അപ്പോൾ അവിടുത്തെ മരുന്ന് മതി എന്ന് പറഞ്ഞാണ്ട് ഹോമിയോക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ ഹോമിയോ മരുന്ന് കുടിച്ചപ്പം അസുഖം കൂടി. അപ്പോൾ തന്നെ 4th സ്റ്റേജിലായിക്കണം നമ്മൾ അറിഞ്ഞപ്പോൾ തന്നെ. പിന്നെ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല, അത് ഡോക്ടർമാരെന്നെ പറഞ്ഞിനു. പിന്നെ ആ മരുന്ന് കുടിച്ച് കൂടുതലായപ്പോൾ പിന്നെ വീണ്ടും നിലമ്പൂർക്ക് തന്നെ പോന്നു. അവിടെ ഒരു ബിജു ഡോക്ടർ ഉണ്ട്, ഈ ക്യാൻസർ പേഷ്യൻ്റുകളെ നോക്കണ ഒരു ഡോക്ടർ ഉണ്ട്. അങ്ങനെ ആ ഡോക്ടറെ കാണിച്ച് പിന്നെ ഇടയ്ക്ക് പോവും, അഡ്മിറ്റ് ആവും, വരും. അങ്ങനെയാണ്. എന്നാലും പറഞ്ഞിട്ടില്ല ഇനി. പിന്നെ അമ്മ അങ്ങനെ സാവധാനം ഉപ്പാക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞിന് കേട്ടോ, മരിക്കണതിൻ്റെ കുറച്ച് മുന്നായിട്ട് പറഞ്ഞിരിക്കണം ഇപ്പം അസുഖം എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കലുണ്ട്, ഇപ്പോഴും ചോദിക്കലുണ്ട് എന്താ വീഡിയോ കാണാത്തത്, ഉപ്പാൻ്റെ അസുഖം ഭേദമായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടാണെങ്കിലും അതിൽ അത് കണ്ടിട്ടുണ്ടാവില്ല, കാണാത്ത ആൾക്കാരാവും കൊണ്ട് ചോദിക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഉപ്പാൻ്റെ 7 കഴിഞ്ഞു, വെള്ളിയാഴ്ച ഇനി ഉപ്പാൻ്റെ 7. പിന്നെ ഞങ്ങളപ്പാന്ന് പറഞ്ഞാൽ പള്ളിക്കും മദ്രസിനൊക്കെ വേണ്ടിയിട്ട് നല്ലോണം ഇറങ്ങി പ്രവർത്തിക്കണ ഒരാളേനെയും. അതേപോലെ നമ്മളെ അടുത്ത കാര്യങ്ങളും മരിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദിക്റിനും ഒക്കത്തിനും പോവും, അങ്ങനെയൊക്കെ ചെയ്തതിനൊരു വ്യക്തിയാണ്. അപ്പോൾ പിന്നെ ഉപ്പാൻ്റെ ഇഷ്ടപ്രകാരം നമ്മളും അതേപോലെ ദിക്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിന്. അപ്പോൾ അതിനെതിരുള്ള ആൾക്കാരുണ്ടാവും, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഉപ്പാൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്ത് ദിക്റൊക്കെ ഉണ്ടായിനും. പിന്നെ 7 കഴിച്ചിട്ടുണ്ടേനും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇത് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുകയാണ്. ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച്, അന്ന് നൂൽപുട്ടും ചിക്കൻ കറി ആട്ടോ ഉണ്ടാക്കിയത്. അതൊക്കെ ഉണ്ടാക്കി വെച്ച്, പിന്നെ അതേപോലെ കുറച്ച് ചിക്കൻ കറി വെച്ച്, ചോറൊക്കെ വെച്ച് അതൊക്കെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങാണ്. ആ ഒരു സമയത്താണ് എൻ്റെ ഇളച്ചൻ്റെ മോൻ വിളിച്ചത്. മൂത്തമ്മ പപ്പാക്ക് ഇങ്ങനെ എന്താണെന്നറിയില്ല, ഓക്സിജൻ കുറയുന്നുണ്ടായിരുന്നു, അത്ര 31 പറഞ്ഞു വിളിച്ചത്. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു, പഠിച്ചോനെ എന്താ ഇങ്ങനെ കുറയണം, അങ്ങനെ കുറയലൊന്നുമില്ല. അപ്പം തന്നെ ഞാൻ വണ്ടി എടുത്ത് പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് ഇപ്പനെ താടി കെട്ടണതാണ്. പക്ഷെ അതിലെനിക്ക് സങ്കടമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ മരിക്കണ രംഗം കാണാതെ നിൽക്കണം നല്ലത്. നമ്മളെ കണ്ണൊന്നും അത് പോവില്ല. അതോളം നമ്മൾ ഉപ്പനെ നോക്കിയില്ലേ, നമ്മൾ നല്ലോണം നോക്കിയിരിക്കണ്. ഉപ്പനൊന്ന് വെറുപ്പിക്കുകയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ തന്നെ നോക്കി, ആ സ്നേഹത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ നോക്കി. ഞാൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും, നാത്തൂൻ്റെ നാത്തൂനാണെങ്കിലും അതേപോലെ തന്നെ ഇളച്ചനും കുട്ടികളും. ഇളച്ചൻ്റെ ഒരു മോന് ഉപ്പാൻ്റെ അടുത്തുനിന്ന് പോരൽ തന്നെയല്ല, ഓൻ അവിടെ തന്നെ നിൽക്കല. ഓനാണ് എല്ലാവരെക്കാട്ടിലും നോക്കിയിരിക്കണത്. അങ്ങനെ ഉമ്മാക്കാണെങ്കിലും എല്ലാവർക്കും ഇനി മറവി പഠിച്ചോ കൊടുക്കട്ടെ.
ഇത്ര പെട്ടെന്ന് ഇപ്പോൾ പോകും നമ്മൾ വിചാരിച്ചിട്ടുമില്ല. ഇനി എന്തായാലും എല്ലാവരും ഉപ്പാനെ നിങ്ങളെ ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം കേട്ടോ. ചില ആൾക്കാർ പറയലുണ്ട് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ, ഞങ്ങളെ വീട്ടിലത്തെ ഒരു ഉപ്പാനെ പോലെയാണ് ഞങ്ങൾ കാണുന്നത്, ഉപ്പാൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്നും നോക്കും, വീഡിയോ കാണാൻ ഞാൻ ഒരു പേടിയാണ്, ഒരു ഇടങ്ങേറാണ്, എന്താണെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ പറയണ ഒരുപാട് കൂട്ടുകാരുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിങ്ങനെ കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിരുന്നപ്പോൾ ഫോൺ നോക്കിയപ്പോൾ ഫോണിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതുണ്ട്. അപ്പോൾ ഇതിനി ഒരു ഓർമ്മയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ ഇടാതെ നിന്നിട്ടും കാര്യമില്ലല്ലോ. പിന്നെ നമ്മളെ ചാനലാണെങ്കിൽ ഇപ്പോൾ പറ്റ ഡൗൺ ആയിക്കണ്. ഇനിയിപ്പോൾ എന്തായാലും ഡെയിലി വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് നോക്കണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ നമ്മളെ അമ്മാരി ഇപ്പാരി നല്ലോണം നോക്കണം, എന്നെങ്കിലുള്ളൂ നമ്മളെ മക്കളെ കണ്ടിട്ട് നമ്മളെ നോക്കുക. ഒരു പിന്നെ ബുദ്ധിമുട്ട് ഒരിക്കലും വരുത്തരുത്. എന്തെങ്കിലും അസുഖം വരികയാണെങ്കിലും ഇനിയിപ്പോൾ ഉറക്കമൊഴിച്ചിരിക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ഉറക്കമൊഴിച്ചിരുന്ന് നോക്കണം. നമ്മൾ വേറെ ആൾക്കാരെ കൂലിക്ക് ആക്കി നോക്കുക അങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുത്. പിന്നെ നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ എങ്ങനെ ഓര് നോക്കിയിട്ടുണ്ടാവൂലേ, അതേപോലെ തന്നെ നമ്മളും അതേപോലെ ഓരെയും നോക്കണം. എന്നാലുള്ളൂ നമ്മളെ മക്കളെ കണ്ട് പഠിച്ച് നമ്മളെ അതേപോലെ ചെയ്യാൻ. ഇപ്പം നമ്മളെ അവസ്ഥയൊക്കെ എന്താ വരുന്നത് നമുക്ക് പറയാനറിയില്ലല്ലോ. എന്തായാലും പഠിച്ചോ നമ്മളെ കാക്കട്ടല്ലേ, എല്ലാവരും അങ്ങനെ അസുഖം കാര്യങ്ങളൊന്നും തരാതെ നിൽക്കട്ടെ. പിന്നെ നമ്മൾ അനിയത്തിക്കുട്ടീൻ്റെ വിശേഷങ്ങൾ ചോദിച്ചിനി. അനിയത്തിക്കുട്ടിക്ക് എന്താ കുഴപ്പമുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട്, പക്ഷേ ഓക്ക് മരിച്ച അന്നൊക്കെ ഭയങ്കര ഇടങ്ങേറ് തന്നെയായിന്. പിന്നെ നമ്മളെ പോലെയല്ലല്ലോ, ശരിക്കുള്ളൊരു ബുദ്ധി എന്ന് പറഞ്ഞാൽ ഓൾക്കില്ല. എന്നാലും പഠിച്ച മറവിനെ കൊടുത്തിട്ടാവും, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ ഉപ്പാക്ക് വേണ്ടിയിട്ട് നല്ലോണം ദുആ ചെയ്യും. ഓള് പറയണത് ചിലപ്പോൾ നമുക്ക് തിരിയൊന്നുമില്ല, എന്നാലും ഓളോളെ ഭാഷയിൽ അങ്ങനെ പഠിച്ചവനോട് നല്ലോണം പ്രാർത്ഥിക്കും ഒക്കെ ചെയ്യും. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളെ വീട്ടിൽ തന്നെയാണ്, ഉമ്മയും അനിയത്തിക്കുട്ടിയും ഒക്കെ ഉണ്ട്. അതേപോലെ എൻ്റെ അമ്മയുണ്ട് ഇവിടെ. പിന്നെ ഈ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ അതിൽ എടുത്തു വെച്ചതുണ്ടേനി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഇട്ടതാണ് കേട്ടോ ഞാൻ. പിന്നെ അല്ലാതെ ഇങ്ങനെ ഫേസ് കാണിച്ചാണ്ട് വീഡിയോ ചെയ്യാൻ എനിക്ക് മടിയാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ അങ്ങനെ വീഡിയോ ഓണാക്കിയിരുന്ന് പറയാം. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ മടിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ അധികം വീഡിയോസ് അധികമല്ല, നമ്മളിങ്ങനെ തന്നെയല്ലേ വീഡിയോ ചെയ്യൽ, കുക്കിംഗ് ആണല്ലോ അധികം. പിന്നെ അങ്ങനെ കാര്യമായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വേഗം ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി അവൻ കൊണ്ട് പോകാമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലാണ്. ചോറൊക്കെ ഹോസ്പിറ്റലിൽ തന്നെ കിട്ടലുണ്ട് കേട്ടോ. പക്ഷേ എന്താ മീനും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഞാൻ ഉണക്കമീനൊക്കെ പൊരിച്ചു കൊണ്ടുപോകും, അല്ലെങ്കിൽ സാധാ മീൻ പൊരിച്ചു കൊണ്ടുപോകും. അപ്പം ഇന്ന് ഞാൻ ഉപ്പാക്ക് നല്ല കുറവല്ലേ, അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി അതും കൊണ്ട് പോവാമെന്ന് വിചാരിച്ചാണ്ട് വേഗം ഓരോ ജോലികളും തീർത്ത് ഇപ്പോൾ കണ്ടോ ഇതാ ചിക്കൻ കറി ഞാൻ വെക്കുകയാണ് കേട്ടോ. ഈ ചിക്കൻ കറി എന്താ ചിക്കനൊക്കെ ഇട്ട് പിന്നെ ഇളക്കി വെള്ളമൊക്കെ ഒഴിച്ച് അടച്ചു വെച്ചപ്പോഴാണ് എനിക്ക് കോൾ വന്നത്, ഇപ്പാക്ക് ഓക്സിജൻ കുറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ ഒരു സമയത്താണ് പിന്നെ ഞാൻ പോയത്. എന്നാലും ഞങ്ങളപ്പാൻ്റെ മരണം നല്ല മരണമാണ്. മക്കളും കുട്ടികളൊന്നും ഒച്ചയും വിളി നമ്മളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറും കരച്ചിലും പൊഴിച്ചിലൊക്കെ കേൾക്കാറ്, അതൊന്നും ഇല്ലാതെ കെലിമീൻ ചെല്ലി നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ പോയില്ലേ. അപ്പോൾ അതേപോലെയുള്ള മരണമൊക്കെ നമുക്ക് കിട്ടട്ടെ അല്ലേ, അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മളടുത്ത് എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് കരച്ചിലും പൊഴിച്ചിലൊക്കെ കേൾക്കാറ്, അങ്ങനെ അറിയാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലുള്ളൊരു മരണം ഇപ്പാൻ്റെ മരണം. പന ഓക്സിജൻ്റെ മാസ്കൊക്കെ ഇപ്പം എന്നെ എടുത്ത് വെച്ച് തലയിലമ്മന്നൊക്കെ ഒന്ന് ഇറങ്ങി കടന്ന് അങ്ങനെ അങ്ങോട്ട് ശ്വാസം പോയിക്കണ് കെലിമീൻ ചെല്ലിയാണ്ട്, അല്ലാതെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങൾക്കൊരു ഇത് തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ അപ്ലോഡ് ആക്കുകയാണെന്ന്. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ വീഡിയോ ചെയ്യാതിരുന്നിട്ടും കാര്യമില്ലല്ലോ, നമ്മളെ ചാനലൊക്കെ പറ്റ ഡൗൺ ആയിക്കണം ഇപ്പോൾ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ബാബുക്കാക്കും എന്താ അപ്പാക്ക് സുഖമില്ലായിട്ട് വരാത്തതെന്ന് ചോദിച്ച് അങ്ങനെ കുറേ കൂട്ടുകാർ അങ്ങനെ മെസ്സേജ് അയച്ചിനി. ബാബുവിന് വരാൻ പൂതിയില്ലായിട്ടൊന്നല്ല കേട്ടോ, അത് ഇങ്ങനെ കമ്പനി എന്തോ റെഡിലാണെന്നൊക്കെ പറഞ്ഞിന്. അവിടെ ഗ്രീനൊക്കെ ആയാലുള്ളൂ ബാബുവിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ റെഡിയാക്കാണ്ടേനി. അപ്പോൾ അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് വരാൻ പറ്റാഞ്ഞത്. എന്നാലും എന്നും വീഡിയോ കോൾ ചെയ്ത് വിളിക്കും, അയ്യമ്മോന് വിളിക്കും, രാവിലെയും വൈകുന്നേരം ഉച്ചക്കും ഒക്കെ വിളിക്കലുണ്ട്, പന കാണലും ഉണ്ട്. അപ്പം ഉപ്പാക്കും അറിയാം. അപ്പോൾ ഉപ്പ പറഞ്ഞിനി ഈ ബുദ്ധിമുട്ടിയാണ്ട് വരണ്ടെന്നൊക്കെ ഇപ്പം എന്നെ പറഞ്ഞിനി കേട്ടോ. പിന്നെ മയ്യത്ത് എടുക്കുന്നതിൻ്റെ മുന്നേ കുളിപ്പിക്കുന്നതിൻ്റെ മുന്നേ ഒക്കെ വീഡിയോ കോൾ ചെയ്താണ്ട് ഞാൻ കാണിച്ചു കൊടുത്തീനി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസായിട്ട് ഇനി വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും പ്രാർത്ഥനയിൽ ഞങ്ങളപ്പാനെയും ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.